ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാരിമ്പൂച്ചയുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ 4 ദിവസമായിട്ട് നമ്മൾ മാരിമ്പൂച്ചയുടെ തിരക്കിലായിരുന്നു. അപ്പോൾ മാരിമ്പൂച്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. മാരിമ്പൂച്ച എന്തായാലും നമ്മൾ 4 ദിവസം അടിച്ച് പൊളിച്ച് അവസാനത്തെ 5-ാമത്തെ ദിവസം നല്ല അടിപൊളി ഗ്രാമോത്സവവും പരിപാടികളും ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാർച്ച് 25-ാം തീയതിയാണ് കേട്ടോ നമ്മുടെ മാരിയമ്മൻ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസമൊക്കെ നമ്മുടെ കോസ്റ്റ്യൂം ഉണ്ട്. എല്ലാ പിള്ളേർക്കും, വലിയവർക്കായാലും ചെറിയവർക്കായാലും കോസ്റ്റ്യൂം ഉണ്ട്. നമ്മൾ കുത്താമ്പുള്ളി പോയിട്ടും അതുപോലെ വടക്കാഞ്ചേരി പരാഗിലൊക്കെ പോയിട്ട് ഒരേപോലെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അടിക്കാൻ ചേലക്കാരെ എണ്ണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നു. അനിയൻ്റെ വൈഫിനും കുട്ടിക്കും ഞങ്ങൾക്ക് 3 പേർക്കും എല്ലാവർക്കും ഒന്നിച്ച് തന്നെ നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അടിച്ചപ്പോൾ. പാവാട ഇതുവരെയായിട്ട് നമ്മളങ്ങനെ ക്രോപ്പ് ടോപ്പും പാവാടയായിട്ട് അടിച്ചിട്ടില്ല. പഠിച്ച് കിട്ടിയപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയപ്പോൾ ചെറിയ ചെറിയ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തന്നെ അവർ ഷേപ്പൊക്കെ സെറ്റാക്കി പിള്ളേർക്കൊക്കെ ചെറിയ ചെറിയ ടക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് തന്നു. ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു അടിച്ചത് തന്നെ കാണാൻ. ഈ മാരിമ്പൂച്ചയുടെ തലേ ദിവസം തന്നെ നമ്മൾ ഉറങ്ങിയത് 1:30-2 മണിക്കാണ്. എല്ലാവരും കൂടിയിട്ടായപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടിരുന്നിട്ടും അങ്ങനെ സമയം പോകുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ഉറക്കക്ഷീണമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് നാരങ്ങ കെട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ നേരത്തെ കെട്ടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ നാരങ്ങമാല കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഇപ്പോൾ 4 വർഷമായിട്ടുണ്ട്. കറക്റ്റായിട്ട് 3 വർഷം എനിക്ക് അടുപ്പിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റിനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മാരിമ്പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ഒട്ടുമിക്ക കൊല്ലങ്ങളിൽ ഞാൻ മാരിമ്പൂച്ചയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ നാരങ്ങമാല കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും വൈകുന്നേരം ഒരു 6 മണി 7 മണിക്കുള്ളിൽ കെട്ടി വെക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വേറെ ഒരുപാട് തിരക്കുകൾ കാരണം എനിക്ക് തലേ ദിവസം കെട്ടി വെക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ വേഗം കെട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാരങ്ങമാല കെട്ടുമ്പോൾ നമ്മൾ എന്താ പറയുക, നാരങ്ങ ഒറ്റ സംഖ്യ ആയിട്ടാണല്ലോ കെട്ടുക. അതായത് 25 എണ്ണം 23 എണ്ണം അങ്ങനെ. അപ്പോൾ ആ കണക്കിൽ 50 നാരങ്ങയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇതിൽ 25 എണ്ണം മറ്റൊരു മാലയിൽ 25 അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നാരങ്ങ കോർക്കണതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ വേപ്പില വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 5-6 വെച്ചതിന് ശേഷമാണ് എനിക്ക് വേപ്പിലയുടെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ അതിനനുസരിച്ച് സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ നേരം വൈകി കിടന്നെങ്കിൽ അവർ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു. 5 ആവേണ്ട താമസമേ ഉള്ളൂ. അവർ അത്ര നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. ഒരു പണിക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ കുഞ്ഞാറ്റൊക്കെ നീച്ച് വന്നിട്ട് നേരെ കാണുന്നത് ഈ നാരങ്ങമാല കെട്ടണതാണ്. അവൾ വന്ന് ആകെ പിടിയും വലിയൊക്കെയായിരുന്നു. വേപ്പില ഫുള്ള് വിടർത്തിയെടുക്കലായിരുന്നു അവൾക്ക് പണിയുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയോ പിടിച്ച് മാറ്റി തട്ടിമുട്ടി നാരങ്ങമാല അങ്ങനെ ഫിനിഷ് ചെയ്തു. അടുക്കളപ്പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ച കാരണം പെട്ടെന്ന് തന്നെ പണി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിക്ക് ചട്നിയും ചമ്മന്തിയാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് സത്യം പറഞ്ഞൊരു പ്രത്യേക എനർജിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം മാരിയമ്മൻ കോവിലേക്ക് പോകാൻ. പിള്ളേരെയൊക്കെ റെഡിയാക്കണം. ഇപ്പം നമ്മൾ നോൽമ്പിലാണ്. അപ്പോൾ നമ്മൾ കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരെ തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ കുളിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല ഉറക്കമപ്പ് കാരണം ഭയങ്കര ക്ഷീണമാണ് കേട്ടോ മുഖത്തുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം എല്ലാവർക്കും വേണ്ടി ഇഡ്ഡലി ഉണ്ടാക്കി. ബാക്കി നമ്മുടെ സനുവിനൊക്കെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ 2-3 ദിവസം മുന്നേ ഓൺലൈനിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒന്നാണ് ഈ ദോശക്കല്ല്, അതുപോലെ ചുവന്ന നമ്മുടെ പ്ലേറ്റില്ലേ, അതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ തിരിഞ്ഞേക്ക് നോക്കട്ടെ, മുഖം നോക്കട്ടെ. കുഞ്ഞിപ്പന്നെ സൂപ്പറായിട്ടുണ്ടല്ലോ. സാനിയോ സൂപ്പറായിട്ട് കേട്ടോ. രസമുണ്ട്. എന്റെ കുഞ്ഞാറ്റൊക്കെ പഴിഞ്ഞാടി പോകും.
ടൈമിലേക്ക് നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നാരങ്ങമാല ചാർത്തി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു. പിന്നെ നാവൂറ് പാട്ടും കളമെഴുത്തു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേരുടെ പേരിൽ നാവൂറ് പാട്ടൊക്കെ പാടി. പിന്നെ ഇതാ സനുക്കുട്ടിക്ക് എക്സാം ഉള്ള ദിവസമായിരുന്നു മാരിമ്പൂജ. അപ്പോൾ എന്തായാലും എക്സാമിന് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഏട്ടൻ പോയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ബസ് കാത്തിക്കുകയാണേ. അവൾക്കാണെങ്കിൽ ഈ ഒരു പരിപാടിയുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കാൻ പോകാനൊന്നും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സാം അല്ലേ. പിന്നെ അത് മാത്രമല്ല കളർ ഡ്രസ്സ് ഇട്ട് പറഞ്ഞയച്ച കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. തലേ ദിവസം തന്നെ ടീച്ചർക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മാരിമ്പൂച്ചയാണ് കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് എക്സാമിന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടെ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എക്സാമിന് പോകാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവൾ മാത്രമായിരിക്കും എക്സാമിന് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടുണ്ടാവുക. നാവൂറ് പാട്ട് അത്യാവശ്യം കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ചെറിയ രീതിയിലുള്ള സർപ്പം പാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീടാണ് കേട്ടോ നാവൂറ് പാടിക്കുക. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ പേര് നാളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ പേരിൽ നാവൂറ് പാടിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മുടെ പിള്ളേർ പട്ട്, ഉടയാട, വിളക്ക്, നെയ്വിളക്ക് അങ്ങനെയൊക്കെ കൊടുക്കാനും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വലിയവരുടെ കോസ്റ്റ്യൂം വരുന്നത്. നമ്മൾ ആദ്യം ഈ സാരി എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും ഒരേ സെയിം ആയിട്ട് എടുത്തു വന്നപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ മെയിൻ അന്നദാനം. അന്നദാനത്തോട് കൂടിയിട്ട് ആ ഉച്ച വരെയുള്ള പരിപാടി തീരുകയാണ്. പിന്നെ വൈകുന്നേരം നമ്മുടെ ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുംഭം നിറയ്ക്കാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുംഭംകളിയും ഉടുക്കൊട്ടും പാട്ടും എല്ലാം ഉണ്ടാവും. രാത്രി പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെത്തുമ്പോഴേക്കും ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ 4 ദിവസം നമ്മൾ ഫുൾ ഉറക്കം ഒഴിച്ചിട്ടാണ് കേട്ടോ. ഒരാൾക്ക് പോലും ഭയങ്കര ഉറക്കക്ഷീണം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത്രയും നമ്മുടെ ഹരം കൊള്ളിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ മാരിമ്പൂജ. നമ്മൾ ഓരോ വർഷവും കാത്തിരിപ്പാണ് ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ മാരിയമ്മൻ പൂജയുടെ ഫസ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഇനി എന്തായാലും 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസത്തൊക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.